വിപ്ലവ സ്മരണകൾ ഉണർത്തുന്ന ആലപ്പുഴയിലെ രാഷ്ട്രീയ അന്തരീക്ഷം അപ്പാടെ മാറിയിരിക്കുന്നു. പുതിയ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാനായ വിജയം ആവർത്തിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. ഇതേസമയം UDF നില മെച്ചപ്പെടുത്താനും BJP മുന്നേറ്റം വിജയമാക്കി മാറ്റാനും ശ്രമിക്കുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ആലപ്പുഴയിൽ കളമൊരുങ്ങുന്നത്. ഡിവിഷനുകളുള്ള ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും 12 ബ്ലോക്ക് പഞ്ചായത്തുകളും 6 നഗരസഭകളും 72 ഗ്രാമപഞ്ചായത്തുകളുമാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 16 ഇടത്തും ബ്ലോക്ക് പഞ്ചായത്തിൽ 10 ഇടങ്ങളിലും ഗ്രാമപഞ്ചായത്തിൽ 46 ഇടങ്ങളിലും LDF വിജയിച്ചപ്പോൾ 6 നഗരസഭകളിൽ 2 ഇടങ്ങളിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് ഭരണം ലഭിച്ചത്. തിരുവൻവണ്ടൂർ പഞ്ചായത്തിലെ 13 വാർഡുകളിൽ 6 ഇടങ്ങളിൽ വിജയിച്ച BJP ചരിത്ര നേട്ടം സ്വന്തമാക്കിയെങ്കിലും കോൺഗ്രസും CPM-ഉം കേരള കോൺഗ്രസും ചേർന്ന് പിന്നീട് ഭരണത്തിലെത്തി. നഗരസഭകളിൽ കായംകുളവും മാവേലിക്കരയും ഇടതുമുന്നണി നേടിയപ്പോൾ ചേർത്തല, ആലപ്പുഴ, ഹരിപ്പാട്, ചെങ്ങന്നൂർ നഗരസഭകളാണ് UDF-നൊപ്പം നിന്നത്. ഇതേസമയം കായംകുളം നഗരസഭയിൽ 10 വാർഡുകളിലും ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, തിരുവൻവണ്ടൂർ ഡിവിഷനിലുമടക്കം 112 ഇടങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ വിജയക്കൊടി പാറിച്ചു. ഇക്കുറി ശക്തമായ ത്രികോണ മത്സരത്തിന് അരങ്ങുണർന്നപ്പോൾ കൊറോണ പ്രതിസന്ധികളെ തരണം ചെയ്ത് ശക്തമായ പോരാട്ടം നടത്താനാണ് ഓരോ മുന്നണിയും ശ്രമിക്കുന്നത്. ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെയും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയും ആലപ്പുഴയുടെ മണ്ണിൽ ആധിപത്യം ഉയർത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുന്നു. കഴിഞ്ഞ പ്രാവശ്യം 72 പഞ്ചായത്തുകളിൽ 47 എണ്ണത്തിൽ ഞങ്ങൾ വിജയിച്ചതാണ്. 12 ബ്ലോക്ക് പഞ്ചായത്തിൽ 10 എണ്ണത്തിൽ ഞങ്ങൾ വിജയിച്ചതാണ്. ജില്ലാ പഞ്ചായത്ത് വിജയിച്ചു. മുനിസിപ്പാലിറ്റികളിലാണ് 6 എണ്ണത്തിൽ 2 എണ്ണത്തിൽ മാത്രമേ ഞങ്ങൾ വിജയിച്ചിരുന്നുള്ളൂ. ഇത്തവണ അതിൽ നിന്ന് കുറേ കൂടെ മുന്നോട്ട് പോകും. ഗ്രാമപഞ്ചായത്തുകൾ കുറേ കൂടുതൽ ഞങ്ങളുടെ കൈവിട്ട് പോയ തുച്ഛമായ വോട്ടുകൾ കൈവിട്ട് പോയ പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കും. ബ്ലോക്ക് പഞ്ചായത്തുകൾ നിലനിർത്തും. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ, ചേർത്തല മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടാണ് ഇത് ഞങ്ങൾ ജയിക്കും. അതുപോലെ തന്നെ ഹരിപ്പാട് മുനിസിപ്പാലിറ്റി ഒക്കെ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാവേലിക്കര നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 5 വർഷം നടത്തിയ പ്രവർത്തനങ്ങളും ഇടതുമുന്നണിക്ക് മുന്നേറാൻ സഹായകമാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഇടതുമുന്നണിയുടെ 3 മന്ത്രിമാരുള്ള ജില്ല കൂടിയാണ് ആലപ്പുഴ. ഇവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രചരണം പുരോഗമിക്കുന്നത്. ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ കേരളത്തിലാകെ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനമുണ്ട്. അതിൽ ആലപ്പുഴ ജില്ലയിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് പഞ്ചായത്തും ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ എല്ലാം ഗുണഭോക്താക്കളുള്ള ആൾക്കാരെ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി അവരുടെ ഒരു പിന്തുണ, വലിയ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ. യുവാക്കളെയും അനുഭവ സമ്പത്തുള്ളവരെയും അണിനിരത്തി ശക്തമായ പോരാട്ടത്തിനാണ് UDF-ഉം ശ്രമിക്കുന്നത്. പരിചയസമ്പന്നരും പുതുമുഖങ്ങളും നമ്മളത്ര അങ്ങനെ വേണമല്ലോ ഒരു ഭരണസമിതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ചെറുപ്പക്കാരും പുതുമുഖങ്ങളും വനിതകളും അതോടൊപ്പം തന്നെ പരിചയസമ്പത്തുള്ള നേതൃത്വം കൊടുക്കുന്ന നേതൃഗുണമുള്ള നേതാക്കന്മാരും മത്സരരംഗത്തുണ്ടാകും. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഇന്നത്തെ അന്തരീക്ഷവും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണ പരാജയവും ഇടതുമുന്നണിയെ ജനങ്ങളിൽ നിന്നും അകറ്റിയെന്ന വിലയിരുത്തലോടെയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ നിലനിൽക്കുന്ന വലിയ ജനവികാരം, പ്രത്യേകിച്ച് അഴിമതിക്കെതിരെ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്രതികരണത്തിനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കേന്ദ്രീകരിച്ച് നടന്ന വലിയ കൊള്ള, മന്ത്രിമാരുടെ അഴിമതി, ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന വലിയ അഴിമതി, ഇതെല്ലാം തന്നെ ആലപ്പുഴയിലെ ജനങ്ങൾക്കിടയിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. UDF-ന് ബാലികേറാമലയായി നിലകൊള്ളുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലടക്കം മുന്നേറ്റമുണ്ടാക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് 4 ഇതുവരെ LDF ആണ് ഭരിച്ചിട്ടുള്ളത്. പക്ഷേ ആലപ്പുഴയുടെ അടിസ്ഥാന മേഖലകളിൽ കാർഷിക മേഖല, കയർ മേഖല, തീരദേശ മേഖല, മറ്റ് പരമ്പരാഗത തൊഴിൽ മേഖലകൾ, ഇവിടെ ഒന്നും ഒരു തരത്തിലുമുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ ഭരണങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇതിനൊക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമുണ്ടാകും. അതുകൊണ്ട് തന്നെ 72 പഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളും എല്ലാ മുനിസിപ്പാലിറ്റികളും
ജില്ലാ പഞ്ചായത്തും ഇത്തവണ UDF വിജയിക്കും. മോദി സർക്കാരിന്റെ വികസന നേട്ടവും ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളും വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനൊപ്പം അഴിമതിയിൽ കുളിച്ച സംസ്ഥാന സർക്കാരിനുള്ള ജനങ്ങളുടെ അമർഷവും അധികാരത്തിലെത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിച്ചു കുളമാക്കിയ UDFിലുള്ള വിശ്വാസം വോട്ടർമാർക്ക് നഷ്ടപ്പെട്ടതും NDAയ്ക്ക് സഹായകമാകുമ്പോൾ യഥാർത്ഥ പ്രതിപക്ഷമായി കഴിഞ്ഞ നാളുകളിൽ BJPയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ മുന്നണിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത വർദ്ധിപ്പിച്ചതായാണ് NDAയുടെ വിലയിരുത്തൽ. വലിയ രാഷ്ട്രീയ മാറ്റമുണ്ട്. ഇന്നലെ ദേവികുളങ്ങര പഞ്ചായത്തിൻ്റെ സിറ്റിംഗ് വൈസ് പ്രസിഡന്റ് BJPയിലേക്ക് അംഗത്വം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ കേരള കോൺഗ്രസിൻ്റെ PC തോമസ് വിഭാഗത്തിൻ്റെ സംസ്ഥാന യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സജീവ് ഗോപാലകൃഷ്ണൻ BJP, അങ്ങനെ നിരവധിയായിട്ടുള്ള വ്യക്തിത്വങ്ങൾ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കമുള്ളവർ BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നടത്തിയ ഒരു യാത്രയുണ്ട്, നവാഗത സ്വീകരണ യാത്ര. അങ്ങ് അരൂര് മുതൽ കായംകുളം വരെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് BJPയിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ എല്ലാ ദിവസവും BJPയുടെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന സ്വീകരണ യോഗങ്ങൾ എല്ലാ പഞ്ചായത്തിലും എല്ലാ നിയോജകമണ്ഡലിലും വാർഡ് തലം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ പ്രതീക്ഷയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചുള്ളത്. യുവാക്കൾക്കും വനിതകൾക്കും സ്ഥാനാർത്ഥിത്വത്തിൽ കൂടുതൽ പരിഗണന നൽകിയപ്പോൾ തന്നെ അനുഭവ സമ്പത്തും പ്രവർത്തന പരിചയമുള്ളവരെയും രംഗത്തിറക്കിയാണ് NDA വിജയത്തിനായി ശ്രമിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും നല്ല പ്രാധാന്യം നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെയാണ് താഴെത്തട്ടിൽ നടത്തിയിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നവരെ തന്നെയാണ് സ്ഥാനാർത്ഥികളായിട്ട് BJP ദേശീയ ജനാധിപത്യ സഖ്യം നിർത്തിയിട്ടുള്ളത്. പുതുമുഖങ്ങളും അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരുൾപ്പെടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട് മത്സരത്തിന് വേണ്ടിയിട്ട്. തിരുവമ്മണ്ടൂരിൽ ഭരണം നടത്തിയ ചുരുങ്ങിയ കാലയളവിൽ മാതൃകാപരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതും LDFും UDFും കൈകോർത്ത് അവിടെ നടത്തിയ അഴിമതിയും സമീപ തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം NDA മുന്നേറ്റത്തിന് സഹായകമാകുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. തിരുവമ്മണ്ടൂർ പഞ്ചായത്ത് BJPയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ളത്. പക്ഷേ ഒരു സീറ്റ്, ഭൂരിപക്ഷത്തിന് ഒരു സീറ്റിൻ്റെ 6 വോട്ടിനാണ് ഞങ്ങളവിടെ അന്ന് ഒരു സീറ്റിൽ നമ്മൾ പരാജയപ്പെട്ടത്. അതുകൊണ്ടാണ് ഭൂരിപക്ഷം കിട്ടാതിരുന്നത്. ഏറ്റവും വലിയ കക്ഷി എന്ന നിലയ്ക്ക് BJPയാണ് അവിടെ ആദ്യം ഭരണത്തിലേറിയത്. എന്നാൽ പിന്നീട് CPMും കോൺഗ്രസും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നണിയായി BJP അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയിട്ടാണ് പുതിയ മുന്നണി വന്നിട്ടുള്ളത്. BJPയുടെ ഭരണം അവിടെ പൂർണ്ണമാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഭരിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് അവരെ ആ തരത്തിലൊരു തീരുമാനമെടുപ്പിൽ. അവിടെ സൊസൈറ്റിയിലും സഹകരണ ബാങ്കിലും അതേപോലെ CPMും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഒരു മുന്നണിയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ തവണ ഈ 2 മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് BJP ദേശീയ ജനാധിപത്യ സഖ്യം ആലപ്പുഴ ജില്ലയിലെ നിരവധി പഞ്ചായത്തുകളിൽ, തിരുവമ്മണ്ടൂർ അടക്കമുള്ള പഞ്ചായത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ 2 മുന്നണികളുടെയും ഈ അവിശുദ്ധ സഖ്യത്തിനെതിരായിട്ട് ജനങ്ങൾ വിധി എഴുതും, അതിൽ യാതൊരു സംശയവും. ഓരോ മുന്നണിയുടെയും അവകാശവാദങ്ങൾക്കപ്പുറം നിരവധി പ്രശ്നങ്ങളാണ് മുന്നണികളെ അലട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇടതുപക്ഷത്തും UDFിലുമുള്ള വിമത ശല്യം തന്നെയാണ്. ഇടതുമുന്നണിയിലും UDFിലും വിജയപ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച് നിരവധി വിമത സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. കഴിഞ്ഞ തവണ വ്യക്തമായ ആധിപത്യം UDFിന് നേടാനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ തട്ടകം കൂടിയായ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് വിമതശല്യം ഏറ്റവും പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഹരിപ്പാട് നഗരസഭയിലും കോൺഗ്രസ് ശക്തികേന്ദ്രമായ മുതുകുളത്തുമടക്കം നിരവധി റിബൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ നിന്ന് തന്നെ മത്സരിക്കുന്നു. പല പ്രാവശ്യങ്ങളിലും ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് അവകാശവാദം ഉന്നയിക്കുമ്പോഴൊക്കെ അടുത്ത പ്രാവശ്യം തരാം, അടുത്ത പ്രാവശ്യം ഞാൻ അറിഞ്ഞ് 40 വർഷം പിന്നിൽ സ്കൂൾ രാഷ്ട്രീയം മുതൽ ഞാൻ KSU തലം മുതൽ തുടങ്ങിയാണ് എൻ്റെ പ്രവർത്തനം. ഇന്നിതുവരെ എനിക്കൊരു പാർട്ടിയിൽ നിന്നൊരു നീതി ലഭിച്ചിട്ടില്ല. പക്ഷേ എന്നോട് പാർട്ടി ജാതി കാണിച്ചു. പാർട്ടിയോട് ഞാൻ നിറകണ്ണുകളോട് പറയുകയാണ്, പാർട്ടിയോട് എനിക്ക് അമർഷമുണ്ട്. ആ അമർഷ അവസരത്തിൽ രേഖപ്പെടുത്തുക. ശക്തമായ അമർഷമുണ്ട്, വെറും അമർഷമല്ല, ശക്തമായ അമർഷമുണ്ട് എനിക്ക്. അന്യ പാർട്ടിക്കാർ പോലും തരുന്നൊരു ബഹുമാനം പോലും എൻ്റെ പാർട്ടി എനിക്ക് തരുന്നില്ല. പിന്നെ എന്തിനു നിൽക്കണം? പ്രതിപക്ഷ നേതാവിന്റെയും ജില്ലാ നേതൃത്വത്തിന്റെയും വീഴ്ചയാണ് വിമതരുടെ സ്ഥാനാർത്ഥിത്വത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. മുതുകുളം ഗ്രാമപഞ്ചായത്തിലെ മുതുകുളം മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറയുന്നത് KPCയുടെ നിർദ്ദേശങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായിട്ടാണ്. ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി റിബലായി മത്സരിച്ചവർക്ക് ഈ തവണ സീറ്റ് കൊടുക്കില്ല എന്ന്. അതേപോലെ തന്നെ അതാത് വാർഡിലെ പാർട്ടിയിൽ ജയസാധ്യത നോക്കി അവിടെയുള്ള സീനിയർ നേതാക്കന്മാരടക്കമുള്ളവരെ പരിഗണിക്കണമെന്നാണ്. എന്നാൽ മുതുകുളം മണ്ഡലത്തിൽ ഗ്രൂപ്പിൻ്റെ മേൽ ഗ്രൂപ്പും
അത് പിന്നെ വ്യക്തിയിലേക്ക് പോയിട്ട് ആ തരത്തിലാണ് സീറ്റ് നിർണ്ണയം നടത്തിയിട്ടുള്ളത്. അത് മുതുകുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് മുതൽ 15-ാം വാർഡ് വരെ എടുക്കുകയാണെങ്കിലും അതെല്ലാം വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിട്ടുള്ളതെന്ന് ഏവർക്കും അറിയാവുന്ന. പ്രതിപക്ഷ നേതാവിന് പാർട്ടിയേക്കാളും വലിയ താല്പര്യം അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയാണ് അദ്ദേഹം പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകാവുന്നത്. ഇതേസമയം മുന്നണി ബന്ധങ്ങളിലും വലിയ വിള്ളലാണ് UDF-നുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. ചിങ്ങോലി, കുമാരപുരം, മുഹമ്മ അടക്കം നിരവധി ഇടങ്ങളിലാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിനെതിരെ UDF എന്ന ലേബലിൽ തന്നെ മത്സരത്തിനുള്ളത്. കായംകുളം നഗരസഭയിലും നിരവധി പേരാണ് റിബലായി മത്സരിക്കുന്നത്. മുന്നണി സംവിധാനം വെച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്ന് പിന്മാറി. 2001 മുതലുള്ള പരിപാടിയായിരുന്നു. 2015 ഞങ്ങൾ മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയും അന്നത്തെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അവരുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ ഞങ്ങളെ മത്സരിപ്പിക്കാമെന്ന് പറഞ്ഞു തന്ന് ഞങ്ങൾക്ക് കത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങൾ അവരെ സമീപിക്കുകയും അവർ അതൊരു മുഖവിലക്കെടുക്കാതെ അവർ തന്നെ 13 വാർഡിലും അവർ സ്ഥാനാർത്ഥികളെ UDF എന്ന് പറഞ്ഞ് നിർത്തുകയായിരുന്നു. ചിങ്ങോലിക്ക് പുറമെ ഞങ്ങൾ ആറാട്ടുപുഴ പഞ്ചായത്ത് സീറ്റ് ചോദിച്ചു, അവർ സീറ്റ് തന്നിട്ടില്ല. കുമാരപുരം പഞ്ചായത്തിൽ സീറ്റ് ചോദിച്ചു, തന്നില്ല. ചിങ്ങോലി പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം 13 വാർഡുണ്ട്, അതിലൊരു വാർഡാണ് ഞങ്ങൾ ചോദിച്ചത്. കുമാരപുരത്ത് 17 വാർഡുണ്ട്, അതിലൊരു വാർഡാണ് നമ്മൾ ചോദിച്ചത്. അപ്പം ഒരു മുന്നണി മര്യാദ കോൺഗ്രസ് കാണിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ പോലും മുന്നണി ബന്ധം കാത്തുസൂക്ഷിക്കാൻ പറ്റാത്ത പ്രതിപക്ഷ നേതാവ് എങ്ങനെ കേരളത്തിലെ മറ്റ് 140 മണ്ഡലങ്ങളിലും ഈ മുന്നണി ബന്ധം സംരക്ഷിക്കപ്പെട്ടു പോകും? ഇതേസമയം CPM ശക്തി കേന്ദ്രങ്ങളിലടക്കം ഇടതുമുന്നണിയിലും നിരവധി പേർ വിമതരായി മത്സര രംഗത്തുണ്ട്. കായംകുളം നഗരസഭാ ചെയർമാനായിരുന്ന N ശിവദാസിനെതിരെ ലോക്കൽ കമ്മിറ്റി അംഗം ജിതേഷ് ലാൽ മത്സരിക്കുന്നതടക്കം കായംകുളം നഗരസഭയിൽ തന്നെ 4 വാർഡുകളിൽ റിബൽ സ്ഥാനാർത്ഥികൾ ഭീഷണി ഉയർത്തുന്നു. ഹരിപ്പാട്, ചേർത്തല നഗരസഭകളിലും വിയ്യപുരം പഞ്ചായത്തിലുമടക്കം വിമതർ കടുത്ത ഭീഷണിയാണ് ഇടതുമുന്നണിയിൽ ഉണ്ടാക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഐസക് പക്ഷത്തെ സഹായിച്ച സംസ്ഥാന കമ്മിറ്റിയുടെ ചുമതലക്കാരനായെത്തിയ MV ഗോവിന്ദന്റെ ഇടപെടലും പാർട്ടിക്കുള്ളിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെ പിണറായി ഐസക് പോര് മുറുകിയതും അണികളിലെ ഭിന്നിപ്പിന് ഇടയാക്കി. രാഷ്ട്രീയമായി ഏറെ ചരിത്രവും അത് പകരുന്ന ആവേശവും നിറഞ്ഞു നിൽക്കുന്ന ആലപ്പുഴയിൽ വോട്ടർമാർ ഏറെ ചർച്ച ചെയ്യുന്ന നിരവധി ജനകീയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കും. കാർഷിക മേഖലയിലും തീരദേശ മേഖലയിലും നിലനിൽക്കുന്ന പ്രതിസന്ധികളാണ് ഇതിൽ പ്രധാനം. 70 കിലോമീറ്ററോളം തീരദേശമുള്ള ആലപ്പുഴയിൽ കടൽഭിത്തി നിർമ്മാണത്തിൽ സർക്കാർ കാട്ടിയ അനാസ്ഥയാണ് തീരവാസികളെ അസ്വസ്ഥരാക്കുന്നത്. ഇതിൽ ഹരിപ്പാട് മണ്ഡലത്തിൽപ്പെട്ട ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പ്രതിപക്ഷ നേതാവും പിണറായി സർക്കാരും ഒരുപോലെ അവഗണനയാണ് കാട്ടിയതെന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. ഞങ്ങൾക്ക് ഈ കല്ല് ഇട്ട് തരാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും വോട്ടിനും അതിനൊക്കെ വരും. വോട്ട് ജയിക്കുമ്പോൾ ഒരു മനുഷ്യനും വരത്തില്ല. ഞങ്ങൾക്കാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ ഒരു സ്ഥലമില്ല. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ മാറി മാറി ഭരിച്ചിട്ടുണ്ട്. MLA ആയി സ്ഥിരം ഇരിക്കുന്നതാണ് ഇവിടുത്തെ രമേശ് ചെന്നിത്തല. അദ്ദേഹം മന്ത്രിയായിരുന്നിട്ടുണ്ട്. ഇന്ന് വരെ ഈ ആറാട്ടുപുഴ, ഈ നല്ലാണിക്ക പ്രദേശത്തെ, വട്ടച്ച പ്രദേശത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നില്ല. ഞങ്ങളെ കടലടിച്ചുകൊണ്ട് പോകട്ടെന്നോ എന്തുവാ ഞങ്ങളെ ഇങ്ങനെ ഇട്ട് നരകിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാന്ന് ഞങ്ങൾക്കറിയാൻ വയ്യ. ഇപ്പോൾ തന്നെ ചാക്കിന് വേണ്ടി ചാക്കുണ്ടായിരുന്ന ഞങ്ങൾ ഈ സാധാരണക്കാരൻ മത്സ്യത്തൊഴിലാളികളോ കരുത്തൊഴിലാളി എങ്ങനെയെങ്കിലും ഉണ്ടാക്കുന്ന പൈസയ്ക്ക് പണയം വെച്ചൊക്കെ ഞങ്ങളിത് സംരക്ഷിച്ചേനെ. പക്ഷേ ചാക്ക് പോലും കിട്ടും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഭവന പദ്ധതി, മത്സ്യബന്ധനത്തിനും മത്സ്യവില്പനയ്ക്കുമുള്ള പുതിയ മാർഗനിർദ്ദേശം എന്നിവയും തീരവാസികളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. തോട്ടപ്പള്ളി ഹാർബർ വിഷയവും തോട്ടപ്പള്ളിയിലെയും വലിയഴിക്കലെയും കരിമണൽ ഖനനവും മത്സ്യമേഖലയിലും തീരവാസികളിലും പ്രധാന ചർച്ചാ വിഷയമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ആലപ്പുഴ ജില്ലയിലാകമാനം കരിമണൽ ഖനനം നടത്തുന്നതിൻ്റെ നീക്കമായിട്ട് വളരെ ആസൂത്രിതമായിട്ടാണ് വലിയഴിക്കൽ കരിമണൽ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് കരിമണൽ ഖനനം നടത്താനുള്ള ശ്രമം നടത്തുന്നു. മത്സ്യബന്ധന യാനങ്ങൾക്ക് സുഗമമായി സഞ്ചരിച്ചു പോകേണ്ടത് അനിവാര്യമാണ്. പക്ഷേ മത്സ്യബന്ധന യാനങ്ങൾ സഞ്ചരിക്കുന്ന ഭാഗത്ത് മണൽത്തിട്ടകളിൽ വള്ളം തട്ടുന്ന ഭാഗങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ ഡ്രഡ്ജിങ് നടക്കുന്നില്ല. പകരം പാലത്തിന് പടിഞ്ഞാറുവശം അഴിമുഖം ചേർന്നുകൊണ്ട് വള്ളങ്ങൾ സുഗമമായി കടന്നു പോകുന്ന ഭാഗങ്ങളിൽ കരിമണലുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്ത്. ഇതേസമയം കിഫ്ബിയുടെ സഹായത്തോടെ കടൽഭിത്തി നിർമ്മാണത്തിന് നടപടി സ്വീകരിച്ചതായും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പുതിയ മാർഗനിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമാണെന്നുള്ള അഭിപ്രായമാണ് ഇടതുമുന്നണി ഉന്നയിക്കുന്നത്. ഈ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് 282 കോടിയോളം രൂപ വിവിധ മേഖലകളിലായി ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലെ 56 കോടി രൂപ ഹരിപ്പാട് മണ്ഡലത്തിലേക്കാണ്. അത് തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൻ്റെയും ആറാട്ടുപുഴ പഞ്ചായത്തിൻ്റെയും തീരപ്രദേശത്ത് പുലിമുട്ടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ചെന്നൈ IIT നടത്തിയ പഠനം, ആ പഠന റിപ്പോർട്ട് ഗവൺമെൻറ് അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ
പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ടെൻഡർ വിളിച്ചു, ടെൻഡർ അംഗീകരിച്ചു. ഇപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മുടെ മംഗലം കുറിച്ചിക്കൽ ഭാഗത്ത് ഈ കല്ല് കിട്ടാത്തത് കൊണ്ട് തന്നെ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുലിമുട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഈ പ്രശ്നത്തിന് കുറേയേറെ പരിഹാരം കാണാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഈ മേഖലയിലെ ഒരു പൊതുപ്രവർത്തനം എന്ന തരത്തിൽ എനിക്കുള്ളത്. കുട്ടനാട്, അപ്പർ കുട്ടനാട് അടക്കമുള്ള കാർഷിക മേഖലയിലെ ഇന്നത്തെ അവസ്ഥയാണ് വോട്ടർമാർ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം. പാടശേഖരങ്ങളുടെ പുറംബണ്ടുകൾ ശക്തിപ്പെടുത്തുന്നതിലും ഓരോ വർഷവും ആവർത്തിക്കുന്ന പ്രളയ ദുരിതത്തിൽ നിന്നുള്ള മോചനവും നെൽകൃഷി രംഗത്ത് ആവർത്തിക്കുന്ന കൃഷിനാശം തുടങ്ങിയവയ്ക്കെല്ലാം ശാശ്വത പരിഹാരം ഇന്നും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്ന ആക്ഷേപമാണ് കർഷകർക്കുള്ളത്. പുറംബണ്ടുകൾ ബലപ്പെടുത്തി കൽക്കെട്ടുകൾ വന്നെങ്കിൽ മാത്രമേ ഈ കൃഷി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വെള്ളങ്ങൾ വന്നു കയറി കഴിഞ്ഞാൽ നമുക്കതിനെ തടഞ്ഞിരിക്കാൻ പറ്റത്തില്ല. മുൻകാലങ്ങളിൽ ഇല്ലാത്തപോലുള്ള വെള്ളപ്പൊക്കങ്ങളാണ്. ഒരു വെള്ളം വന്ന് അതിൻ്റെ പുറകെ പിന്നെയും വരിക. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കുട്ടനാട്ടുകാർ കാണാത്തൊരു ഭീതിയിലായിപ്പോയി. ഇപ്പം ഇവിടുന്ന് തന്നെ ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നെല്ല് സംഭരണത്തിലെയും നെല്ലുവില നൽകുന്നതിലെയും വീഴ്ചകൾ കർഷകരെ വലയ്ക്കുമ്പോൾ ഇനി കൃഷി ഇറക്കണോ എന്ന് പോലും കർഷകർ ആലോചിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. 1 കിൻഡൽ തൂക്കുമ്പോൾ 95 കിലോ എന്ന് കണക്കാക്കുന്ന തരത്തിലേക്ക്, അതിനുശേഷം മോയിസ്ചർ പരിശോധനയിൽ തെളിയുന്ന തൂക്കം, അതിൽ 17 പോയിൻ്റ് കണക്കാക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട എന്നും അതിന് മുകളിലേക്ക് വരുന്ന ഓരോ പോയിൻറ്റിനും ഓരോ കിലോ വെച്ച് ശരാശരി കർഷകന് 10 കിലോ മുതൽ 15 കിലോ വരെ നെല്ല് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പ്രളയ ദുരിതാശ്വാസം, ഭവന പദ്ധതി, ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കുക തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നടത്തിപ്പിലെ സുതാര്യതയാണ് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം. 18 ദിവസം ഞങ്ങൾ പ്രളയത്തിൽ ക്യാമ്പിൽ കിടന്നു. എൻ്റെ വീടാണെന്ന് വരിയിൽ ഞങ്ങൾ വെള്ളത്തിൻ്റെ നടുക്ക് താമസിച്ച ഞങ്ങളൊരു 3-4 വീട് വെള്ളത്തിൻ്റെ നടുക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഹാളിലൊക്കെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പെരയുടെ 4 വശമുള്ള ഭിത്തിയെല്ലാം പൊട്ടിക്കീറി, എല്ലാം തറയെല്ലാം വെള്ളം കയറി കിടന്ന് അത് പൊട്ടി അങ്ങനെ തന്നെ കിടക്കുവാണ്. ഞങ്ങൾക്ക് പറയത്തക്ക ആനുകൂല്യങ്ങളൊന്നും, തുച്ഛമായെന്ന് പറഞ്ഞാൽ ഒരു 35,000-40,000 രൂപയൊക്കെ വരുന്ന ഒരു ആനുകൂല്യമല്ലാതെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെയും വീട്ടിലെല്ലാം വെള്ളം കയറി കിടന്ന, നമുക്കൊന്നും കിട്ടിയില്ല. 10,000 രൂപ കൊടുത്തത് മാത്രം കിട്ടിയിട്ടുണ്ട്, അല്ലാതെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് യാത്രാ സൗകര്യമൊരുക്കുന്നതിൽ ജനപ്രതിനിധികൾ കാട്ടുന്ന അവഗണന പല മേഖലകളിൽ നിന്നും പരാതിയായി ഉയർന്നിട്ടുണ്ട്. ഇന്ന് വരെ ഒരു പുരോഗമനം ഉണ്ടാകുകയോ, എല്ലാ രാഷ്ട്രീയക്കാരും വരികയും പോവുകയും എല്ലാ ഇലക്ഷൻ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞിട്ടും 10-30 വർഷക്കാലത്തോളം ഈ വഴി ഇങ്ങനെ തന്നെ. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കാലത്ത് അന്നും കടത്തായിരുന്നു. ഈ വഴിയെ പോകാൻ എന്തോരം സൈക്കിളെ പോകാൻ പോലും വയ്യ, നീന്തിയും തുടിച്ചുമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് വരെ ആരും പരിഗണിച്ചിട്ടുമില്ല. വയ്യാതെ വന്നാൽ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വള്ളത്തെ കയറ്റി പൊക്കിയെടുത്ത്, വള്ളം ഇല്ലാത്തൊരു വല്ലവരുടെയും വള്ളം പിടിച്ചിട്ട് വെള്ളം ആറ്റ് തീരത്ത് കൊണ്ടുവന്നിട്ടിട്ട് പിടിച്ച് 2-3 പേര് വീട്ടിലുള്ളവരെല്ലാവരും കൂടെ പിടിച്ച് വള്ളത്തെ കയറ്റിയിട്ട് തുഴഞ്ഞ് അങ്ങ് തെക്കേ മൂലയ്ക്ക് ചെല്ലുമ്പോഴത്തേക്കിന് ചത്തവരുണ്ട്, ചാകാത്തവരുണ്ട്, ചത്തിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ. ഭവന പദ്ധതിയിൽ അർഹർ ഉൾപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു പരാതി. മഴ പെയ്താൽ വെള്ളം നിൽക്കുക, പാത്രം വെക്കണം, 2-3 പാത്രം വെള്ളം കാണും. വീടിന് അപേക്ഷയൊന്നും പഞ്ചായത്തിൽ കൊടുത്തിട്ട് 2-3 തവണ കൊടുത്ത, എന്നിട്ടും കിട്ടുന്നില്ല. ഞങ്ങളുടെ ജീവിതം വളരെ കഷ്ടപ്പെട്ട ജീവിതമാണ്. ഞങ്ങൾ അന്നുള്ള കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. 93 മുതൽ കഷ്ടപ്പെട്ടു. ഇന്നേ ഞങ്ങൾ ടെമ്പറിങ് ലൈൻ കിട്ടിയിട്ടില്ല. ഇതേസമയം തന്നെ കയർ മേഖലയിലും കടുത്ത പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ചകിരിയുടെ വിലവർധനവും തൊഴിലാളികൾക്ക് അർഹമായ കൂലി ലഭിക്കാത്തതും കയർ ഉൽപാദനത്തെ പിന്നോട്ടടിക്കുന്നു. ഇതിന് അടിയന്തര പരിഹാരമുണ്ടാകണമെന്ന ആവശ്യമാണ് കയർ മേഖലയിൽ നിന്നും ഉയരുന്നത്. ഇതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്കെത്തുമ്പോൾ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ സ്വാധീനവും ജാതിമത ചിന്തകളും പലയിടങ്ങളിലും സ്വാധീനിക്കുന്നുണ്ട്. മുൻകാല ചരിത്രവും വോട്ടർമാരെ ജാതിമത ചിന്തകൾ സ്വാധീനിക്കുന്നുവെന്ന നിഗമനത്തിന് ബലം നൽകുന്നതാണ്. വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള ആലപ്പുഴയിലെ വോട്ടർമാർക്കിടയിൽ ഇന്ന് ജാതിമത ചിന്തകളും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതിനു പുറമെ സ്ഥാനാർത്ഥികളുടെ വ്യക്തിബന്ധങ്ങളും അതിനപ്പുറം ആലപ്പുഴയിലെ വികസന പ്രശ്നങ്ങളുമെല്ലാം ചർച്ചയാവുമ്പോൾ ഏത് മുന്നണിക്കൊപ്പമാവും വിജയമെന്നത് കാത്തിരുന്നു തന്നെ കാണണം.